ഹായ് ഫ്രണ്ട്സ്, കൊച്ചിയിലെ എളമക്കര കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെക്സ് റാക്കറ്റിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 3 പേര് അറസ്റ്റ് ചെയ്തു. സെറീന, ജഗത, ശ്യാം. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നത്, ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ പിടിച്ച പെൺകുട്ടി, അതായത് 12ാം വയസ്സിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പെൺകുട്ടിയെ ഈ സംഘം തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. ഇവർ തട്ടിയെടുത്തിട്ട് ഈ കുട്ടിക്ക് ഇപ്പോൾ 20 വയസ്സായി. 8 വർഷമായിട്ട് ഇവർ ഈ കുട്ടിയെ പല ആളുകൾക്കും കൊടുക്കുകയാണ് പൈസക്ക് വേണ്ടി. എന്നിട്ട് ഇവർ പൈസ എടുക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് 12 വയസ്സിൽ വരുന്ന 12ാം വയസ്സിൽ എത്തിപ്പെടുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അന്നത്തെ കാര്യം ഭാഷ അറിയില്ല, മറ്റൊന്നും അറിയില്ല. അതിനാ ഒരു മുറി തന്നെ ഇടുന്നു. അവർക്ക് വേണ്ട സമയത്ത് വേണ്ട ആൾക്കാർ വരുമ്പോൾ പൈസ വാങ്ങിച്ചിട്ട് ആ കുട്ടിയെ കൊടുക്കുന്നു. അങ്ങനെ ആ കുട്ടി എന്നോട് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് അറിയാൻ കഴിഞ്ഞ ഒരു ദിവസം 7 പേർക്കെങ്കിലും ആ കുട്ടിയെ കൊടുക്കുമായിരുന്നു. എത്രമാത്രം മൃഗീയമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത് ഒരു സംഭവമല്ല, നിരവധി സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ബംഗ്ലാദേശിലുള്ള ഈ ഒരു കുട്ടി എങ്ങനെയാണ് 12ാം വയസ്സിൽ ഇന്ത്യയിലെത്തിയത്? നമുക്കറിയാലോ, ഒരുപാട് ബംഗാളികളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ കുറേ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയെ അതിൻ്റെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പണത്തിന് വേണ്ടി കൊടുത്തതാവാം, അല്ലെങ്കിൽ അത് മാതാപിതാക്കളുടെ ഒപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയിട്ട്, നമുക്കറിയാലോ ഒരുപാട് കുട്ടികളെ വഴി തെരുവിൽ നിന്നൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോയതായിരിക്കാം. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. പലരും ചോദിക്കും, അപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയല്ലേ ചെയ്തതെന്ന്. ഭാഷ അറിയാത്ത 12ാം വയസ്സിൽ വന്ന് പെട്ട കുട്ടി, അതിന് ഭാഷയൊന്നും അറിയില്ല, പലർക്കും കൊടുക്കുന്നു. ചിലപ്പോൾ തല്ലേ ബുദ്ധിമുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യും. ഇവരുടെ പൈസക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്രയും പീഡനങ്ങളെല്ലാം സഹിച്ച ആ കുട്ടി 20ാം വയസ്സിൽ രക്ഷപ്പെട്ടു. ഇനി ആ കുട്ടി എങ്ങോട്ടാണ് പോവുക ഒന്നും നമുക്കറിയില്ല. അതുപോലെ ഇപ്പം ഈ ഒരു കുട്ടിയുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ചിലപ്പോൾ അവരുടെ നാട്ടിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ഒറ്റ കാർഡിലാക്കിയിട്ട് എല്ലാം ഒരു സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന പോലെ ഒരു പ്രൂഫ് വേണം. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംമാരെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എത്ര ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട്, ഒരു പ്രൂഫും ഒന്നുമില്ലാത്ത ആർക്ക് വേണമെങ്കിലും കയറി വരാവുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഇന്ത്യക്കാർക്ക് മറ്റേതെങ്കിലും രാജ്യത്തോട്ട് വെറുതെ പോകാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് കടത്തുമോ? അപ്പോൾ ഇന്ത്യയിൽ എന്തുമാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഇവർ ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. പിന്നെ അതിനുശേഷം ബംഗളൂരിലത്തെ കാര്യങ്ങൾ നോക്കിയിരുന്ന സെറീന എന്ന് പറയുന്ന യുവതിയാണെന്ന് പറയുന്നു. അതിനുശേഷം കൊച്ചിയിലെ എളമക്കരയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ശ്യാമും അതുപോലെ ജഗതയുമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 പേര് മാത്രമായിരിക്കില്ല, ഇനിയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ തട്ടിയെടുത്ത് 10ഉം 12ഉം വയസ്സിലൊക്കെ തട്ടിയെടുത്ത് ഇങ്ങനത്തെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. വളരെ കഷ്ടമാണ് ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ. പിടിച്ച ആൾക്കാർക്ക് ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും? ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടും? മാക്സിമം ഇവർ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങി ഇവർ ഈ പണിയെ വീണ്ടും ചെയ്യും. പിന്നെ പ്രമുഖർക്ക് കാഴ്ചവെച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രമുഖരെന്ന് പറഞ്ഞാൽ പിന്നെ പേര് കേട്ട ആൾക്കാരാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടല്ലോ, ഒരുപാട് പ്രമുഖർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പേരും നാളും ഊരും ഒന്നുമില്ല. കൊച്ചിയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള സെക്സ് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്, നിരവധി സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ നിരപരാധിയായ കുട്ടികളൊക്കെ വന്ന് പെട്ടുപോകുന്നതാണെന്ന് വേണം പറയാനായിട്ട്. ഞാൻ അതിൽ കുറേ കമൻസ് ഉണ്ട്, അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നില്ലെന്ന്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? 12 വയസ്സുള്ള ഒരു കുട്ടി 7ഉം 8ഉം പേരുടെ കൂടി ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അതിൽ പെട്ടുപോയതാണ്. അതിന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടീനെ അവർ മുറിയിൽ, അതൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ, അതൊക്കെ അവർ ചെയ്യണ്ട. പക്ഷെ ഇതുപോലെ ഇനിയും നിരപരാധികളായ ഒരുപാട് പെൺകുട്ടികൾ പല സ്ഥലത്തും ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റട്ടെ. അതിന് നമ്മുടെ നിയമം മാറിയേ പറ്റൂ. നമ്മുടെ നിയമം മാറി നിയമവ്യവസ്ഥ കൂടുതൽ ശക്തമാക്കി ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്, ഒരു ഐഡൻറ്റിറ്റി ഒന്നും ഇല്ലാണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളെ പോലും തട്ടിക്കൊണ്ടുപോയി പല കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ശക്തമായൊരു നിയമം തന്നെ, ഇങ്ങനെ പിടിച്ച ആൾക്കാരെ ഒന്നും തന്നെ പുറത്ത് വിടരുത്. ഇനിയും ക്രൈം ചെയ്യാൻ ഇവരെ സമ്മതിക്കരുത്. നിയമങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആർക്കും ഈ മോളുടെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇപ്പോൾ 20 വയസ്സുണ്ടെങ്കിലും 12 വയസ്സ് തുടങ്ങി ആ കുട്ടി അനുഭവിക്കുന്നതാണ്. അപ്പോൾ എത്ര ചെറിയ പ്രായത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു പ്രായത്തിലാണ്, പഠിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് ഇത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടത്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. ഈ പിടിച്ച ആൾക്കാർക്ക് നല്ല ശക്തമായ നിയമം തന്നെ കൊണ്ടുവരട്ടെ. താങ്ക് യു സോ മച്ച്.